ഇന്ന് നമുക്ക് കേക്ക് സ്റ്റുഡിയോയിലെ കാരമൽ മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഫ്ലേവറാണ് ചെയ്യുന്നത് കേട്ടോ. അതിൽ ചോക്ലേറ്റ് സ്പഞ്ചും അതേപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ വിപ്ഡ് ക്രീമും ഗനാഷുമാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ടോപ്പിംഗ് ആയിട്ട് കാരമലും കൂടെ കൊടുക്കുന്നുണ്ട്. ഹോം മെയ്ഡ് കാരമലാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ കേക്കിൻ്റെ ഫ്ലേവർ ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ. ഈ കേക്കിൻ്റെ ഓർഡർ എനിക്ക് പരിചയത്തിലുള്ളൊരു കുട്ടിയാണ് തന്നത്. പക്ഷേ എനിക്ക് ആളെക്കുറിച്ച് അധികം ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ജസ്റ്റ് ഒരു ഹായ് ബൈ റിലേഷനേ ഉള്ളൂ. അപ്പോൾ ആളെനിക്ക് മെസ്സേജ് ഇട്ടു, ചേച്ചി എനിക്കൊരു കേക്ക് വേണം, എത്ര kg ഇന്ന ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ സംസാരിച്ചു നമ്മൾ. അപ്പോൾ ഡിസൈൻ ചോദിച്ചപ്പോഴത്തേക്കും ആൾ കുറേ റെഫറൻസ് അയച്ചു തന്നത് ജീപ്പ് മോഡൽ, അതായത് ടോയ് ജീപ്പൊക്കെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു ജീപ്പ് തീമിൻ്റെ ആയിരുന്നു, ഒരു താറ് മോഡലൊക്കെ വന്നിട്ട്. അപ്പം ഞാൻ കരുതിയത് ആൾക്ക് കുട്ടി ഉണ്ടാവും, കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അതിന് വേണ്ടിയിട്ടായിരിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ വേറെ ഡിസൈൻസൊക്കെ അയച്ചു കൊടുത്ത് അതിലൊരു ഡിസൈൻ ഫൈനലൈസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ മുകളിൽ ടോപ്പിംഗ് ഏജ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും, ഇപ്പം ഞാൻ വെക്കുന്നത് 31. യെസ്, ആളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു കാറിൻ്റെയൊക്കെ തീമിലുള്ള കൊടുക്കുന്ന കുട്ടികൾക്കാണല്ലോ നോർമലി. അപ്പോഴാണ് ആൾ പറയണത് ആൾ ഭയങ്കര വണ്ടിപ്രാന്തനാണ്, അപ്പോൾ എന്തായാലും കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആളുടെ ഇഷ്ടത്തിലുള്ള തീമിനുള്ള കേക്ക് കൊടുക്കാമല്ലോ എന്നോർത്തു. അപ്പം ഞാനും ആലോചിച്ചു, ശരിയാണ്, കുട്ടികൾക്ക് മാത്രമല്ലല്ലോ ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവുക, വലിയ ആൾക്കാർക്കും ഉണ്ടാവില്ലേ, നമുക്കാണെങ്കിലൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു മോഡലും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളത് ടോപ്പിങ്സും അതുപോലെ തന്നെ പ്രിൻസൊക്കെ വെച്ചിട്ട് കേക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തു കേട്ടോ.